പശ്ചിമഘട്ടത്തിന്റെ സ്പന്ദനമറിഞ്ഞ പ്രകൃതിയുടെ ഭാഷ വായിച്ചറിഞ്ഞ പ്രമുഖ പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ പ്രൊഫസർ മാധവ് ഗാഡ്ഗിൽ നമ്മെ വിട്ടുപിരിയുമ്പോൾ അദ്ദേഹം ഉയർത്തിയ ചോദ്യങ്ങൾ കൂടുതൽ കരുത്തോടെ ഉയരുകയാണ്. കേരളം 2018 മഹാപ്രളയത്തെ നേരിട്ടപ്പോഴും 2024 ഒട്ടനേകം ജീവനുകൾ നഷ്ടപ്പെട്ട വയനാട് ഉരുൾപൊട്ടലിന് സാക്ഷ്യം വഹിച്ചപ്പോഴും മാധവ് ഗാഡ്ഗിൽ ചൂണ്ടിക്കാട്ടിയത് ഒരേ ഒരു കാര്യമായിരുന്നു: എല്ലാം മനുഷ്യനിർമ്മിത ദുരന്തങ്ങൾ. ഇവയ്ക്ക് കാരണം പുഴയോരങ്ങളിലെ അനധികൃത നിർമ്മാണങ്ങളും അനുമതിയില്ലാത്ത പാറ ഖനനവുമാണെന്നായിരുന്നു ഗാഡ്ഗിൽ ആവർത്തിച്ചു പറഞ്ഞത്. മഹാപ്രളയത്തിന്റെ ഒരു കാരണം അസാധാരണമായി പെയ്ത മഴയാണെന്ന് ഗാഡ്ഗിൽ സമ്മതിക്കുമ്പോഴും മനുഷ്യന്റെ ഇടപെടലുകൾ കൊണ്ട് വരുത്തിവെച്ച ദുരന്തമാണിതെന്ന് കാണാതെ പോകരുതെന്ന് ഗാഡ്ഗിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. 2024 ജൂലൈയിലെ വയനാട്ടിലെ മുണ്ടക്കൈ ചൂരൽമല മേഖലകളെ തകർത്തെറിഞ്ഞ ഉരുൾപൊട്ടൽ ദുരന്തവും മനുഷ്യനിർമ്മിതമാണെന്നായിരുന്നു ഗാഡ്ഗിലിന്റെ പക്ഷം. ഉരുൾപൊട്ടൽ ഉണ്ടായത് അതിലോലമായ പ്രദേശങ്ങളിലായിരുന്നുവെന്നും അവിടെ വികസനം ഉണ്ടാകാൻ പാടില്ലെന്നുമായിരുന്നു ഗാഡ്ഗിൽ സമർത്ഥിച്ചത്. വയനാട് ഉരുൾപൊട്ടലിനെ തുടർന്ന് ഗാഡ്ഗിൽ പറഞ്ഞത്, ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ തേയിലത്തോട്ടങ്ങളായിരുന്ന ഈ സ്ഥലങ്ങളിൽ പിന്നീട് റിസോർട്ടുകളും കൃത്രിമ തടാകങ്ങളും ഉൾപ്പെടെയുള്ള വികസനങ്ങൾ നടന്നു. ദുരന്തമുണ്ടായ സ്ഥലത്തിന് ഏതാനും കിലോമീറ്റർ അകലെ പ്രവർത്തിച്ചിരുന്ന ക്വാറികളും സ്ഥിതി കൂടുതൽ വഷളാക്കി. ക്വാറികൾ ഇപ്പോൾ പ്രവർത്തിക്കുന്നില്ലെങ്കിലും അവ പ്രവർത്തിച്ചപ്പോൾ ഉണ്ടായ പ്രകമ്പനം കനത്ത മഴയിൽ മണ്ണിടിച്ചിലിന് കാരണമായിരിക്കാം എന്നാണ്. 2011 ഓഗസ്റ്റിൽ മാധവ് ഗാഡ്ഗിലിന്റെ നേതൃത്വത്തിലുള്ള പശ്ചിമഘട്ട പരിസ്ഥിതി വിദഗ്ധ സമിതി കേന്ദ്രത്തിന് സമർപ്പിച്ച റിപ്പോർട്ട് അക്ഷരാർത്ഥത്തിൽ ഒരു വിപ്ലവമായിരുന്നു. പശ്ചിമഘട്ടത്തിലെ പ്രധാന ഭാഗങ്ങളെ 3 പരിസ്ഥിതി ലോല മേഖലകളായി തിരിക്കണമെന്നും കമ്മിറ്റി ശുപാർശ ചെയ്തു. ഏറ്റവും ദുർബലമായ 1-ാം മേഖലയിൽ പുതിയ ഖനനം, വലിയ അണക്കെട്ടുകൾ, താപവൈദ്യുത നിലയങ്ങൾ എന്നിവയ്ക്ക് കർശന നിയന്ത്രണം വേണമെന്ന് ഗാഡ്ഗിൽ ആവശ്യപ്പെട്ടു. പരിസ്ഥിതി ലോല മലഞ്ചെരിവുകളിലും പുഴത്തടങ്ങളിലും ഖനനം, മണൽ വാരൽ, ശാസ്ത്രീയമല്ലാത്ത നിർമ്മാണങ്ങൾ എന്നിവയ്ക്ക് കർശന നിയന്ത്രണം അല്ലെങ്കിൽ നിരോധനം ഏർപ്പെടുത്തണമെന്നും റിപ്പോർട്ടിൽ ആവശ്യപ്പെട്ടു. എന്നാൽ ഗാഡ്ഗിൽ റിപ്പോർട്ടിനെ കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വവും വിവിധ സംഘടനകളും ശക്തമായി എതിർത്തു. റിപ്പോർട്ടിലെ നിർദ്ദേശങ്ങൾ വികസന വിരുദ്ധമാണെന്നും കർഷകർക്കും തോട്ടം തൊഴിലാളികൾക്കും ഭീഷണിയാണെന്നുമായിരുന്നു അവരുടെ വാദം. തുടർന്ന് വന്ന സംസ്ഥാന സർക്കാരുകൾ ഗാഡ്ഗിൽ റിപ്പോർട്ടിലെ ശുപാർശകൾ അംഗീകരിക്കാൻ തയ്യാറായില്ല. പിന്നീട് കസ്തൂരി രംഗൻ കമ്മിറ്റി രൂപീകരിക്കുന്നതിലേക്ക് നയിച്ചു. എന്നാൽ 2018 കേരളം വലിയ പ്രകൃതിക്ഷോഭത്തിൽ അകപ്പെട്ടപ്പോൾ ഏറ്റവും കൂടുതൽ നാശനഷ്ടമുണ്ടായ പല പ്രദേശങ്ങളും ഗാഡ്ഗിൽ നേരത്തെ പരിസ്ഥിതി ലോലമായി കണ്ടെത്തിയ മേഖലകളായിരുന്നു. പ്രകൃതിയെ സംരക്ഷിക്കാതെ മനുഷ്യന് നിലനിൽപ്പില്ലെന്ന കർക്കശമായ ശാസ്ത്രബോധം ഉയർത്തിപ്പിടിച്ചാണ് ആ വിപ്ലവകാരിയായ ശാസ്ത്രജ്ഞൻ യാത്രയാകുന്നത്.